നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായ മൂവാറ്റുപുഴ റോട്ടറി റോഡ് ഉദ്ഘാടനം വെവ്വേറെ നടത്തി UDF-ഉം LDF-ഉം. LDF പ്രവർത്തകർ ഗതാഗതത്തിനായി റോഡ് തുറന്നു നൽകിയതിനു പിന്നാലെ മാത്യു കുഴൽനാടൻ MLA-യുടെ നേതൃത്വത്തിൽ വീണ്ടും ഉദ്ഘാടനം ചെയ്തു. ആര് ഉദ്ഘാടനം ചെയ്താലും ഗതാഗതക്കുരുക്ക് മാറണം എന്നാണ് നാട്ടുകാർ പറയുന്നത്. നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏറെ നാളായി അടച്ചിട്ടിരിക്കുകയായിരുന്നു മൂവാറ്റുപുഴ റോട്ടറി റോഡ്. 7 രാവിലെ LDF പ്രവർത്തകർ സ്ഥലത്തെത്തുന്നു. തുടർന്ന് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായ റോഡ് നാട്ടുകാർക്ക് തുറന്നു നൽകി. മുനിസിപ്പൽ ചെയർമാന്റെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പല ഫ്ലെക്സുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് ഈ നിസ്സാരപ്പെട്ട ഒരു വർക്കിന്റെ ഒരു ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഇന്ന് 10 മണിക്ക് തീരുമാനമെടുത്തിട്ടുള്ളത്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ടാണ് അഡ്വാൻസായി ഈ റോഡ് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി ഒരു തീരുമാനം നാം എടുത്തിട്ടുള്ളത്. നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായെങ്കിലും റോഡ് തുറന്നു നൽകുന്നില്ല എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു LDF പ്രവർത്തകരുടെ നീക്കം. LDF പ്രവർത്തകരുടെ ഉദ്ഘാടനത്തിന് തൊട്ടു പിന്നാലെ രാവിലെ 10 മണിയോടെ മാത്യു കുഴൽനാടൻ MLA-യും UDF പ്രവർത്തകരും സ്ഥലത്തെത്തുന്നു. തുടർന്ന് MLA-യുടെ നേതൃത്വത്തിൽ വീണ്ടും റോഡ് ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴയിൽ എന്ത് നടക്കുന്നു, എന്ത് നടക്കുന്നില്ല, എങ്ങനെ നടക്കുന്നു, എങ്ങനെ നടക്കാതിരിക്കുന്നു എന്നത് വ്യക്തമായി മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ള ജനങ്ങൾ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് ഇതുപോലുള്ള രാഷ്ട്രീയ നാടകങ്ങളുടെ ആവശ്യമില്ല. സംസ്ഥാന സർക്കാരിന്റെ 34 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോട്ടറി റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. വൺ വേ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് എവറസ്റ്റ് ജംഗ്ഷനിലാണ് റോട്ടറി റോഡ് അവസാനിക്കുന്നത്. റോഡിൽ പല സ്ഥലങ്ങളിലും കുഴികൾ രൂപപ്പെട്ട് അപകടകരമായ രീതിയിലായിരുന്നു റോഡിന്റെ അവസ്ഥ. തകർന്നു കിടന്നിരുന്ന വിവിധ ഭാഗങ്ങളിൽ കലുങ്കുകൾ നിർമ്മിക്കുകയും പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങൾ ടൈൽ വിരിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ റോഡാണ് LDF-ഉം UDF-ഉം വെവ്വേറെ ഉദ്ഘാടനം ചെയ്തത്. ആര് ഉദ്ഘാടനം ചെയ്താലും ഗതാഗതക്കുരുക്ക് മാറിയാൽ മതിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.